ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ പിക്സൽ ടാബിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ലെഫ്റ്റ് കോർണറിൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടിക്ക് വരും. അങ്ങനെ ഒരു ടിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ഓൾറെഡി പിക്സൽ ടാബിന്റെ ടോക്കണോമിക്സും വൈറ്റ് പേപ്പർ ഫോർ ദ ടൈം ബീങ് റിലീസ് ആയിട്ടുള്ള ലൈറ്റ് പേപ്പറാണ് റിലീസ് ആയിരിക്കുന്നത്. ലൈറ്റ് പേപ്പറിനെ കുറിച്ചുള്ള സ്റ്റഡിയും കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിക്സൽ ടാബിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് പിക്സൽ ടാബ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആംസ്റ്റർ കോമ്പാക്റ്റിനേക്കാളും ബെറ്റർ ആയിട്ട് പിക്സൽ ടാബിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ പിക്സൽ ടാബിൽ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ്ലി നിങ്ങൾ നിങ്ങളുടെ പിക്സൽ ടാബിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഏറ്റവും താഴെയിട്ട് റിവാർഡ്സ് കിടപ്പുണ്ട്. അതിൽ ഡെയിലി കോംബോ ഉണ്ട്, ഡെയിലി റിവാർഡ്സ് ഉണ്ട്. ഈ ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ ഡെയിലി റിവാർഡിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ ഡേ 1 റിവാർഡ് ക്ലെയിം ചെയ്തു, ഡേ 2 റിവാർഡ് ക്ലെയിം ചെയ്തു, ഡേ 3 നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഡേ 4ലേക്ക് വരുമ്പം പിന്നെ എഗെയിൻ നിങ്ങൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഡെയിലി കോംബോ ഉണ്ട്, 4 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അത് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി കോംബോസ് നിങ്ങൾക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ എൻഷുർ ചെയ്യുക നിങ്ങൾ കളക്ട് ചെയ്യുന്നുള്ള കാര്യം. അതിനുശേഷം താഴെ ഫൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫൈറ്റിൽ പോയിട്ട് നിങ്ങൾ റാൻഡം ആയിട്ട് ഒരു 3-4 ഫൈറ്റ്സ് പിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ട് വരും. വെരിഫൈ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മേളിലായിട്ട് ഒരു ഗ്രീൻ ടിക്ക് വരും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ പിക്സൽ ടാബിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ആംസ്റ്റർ കോമ്പാക്റ്റിനെ പോലെ 200 മില്യൺ യൂസേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് 15 മില്യൺ യൂസേഴ്സ് മാത്രമാണ് പിക്സൽ ടാബിനുള്ളത്. ദെൻ അവരുടെ ട്വിറ്റർ പോസ്റ്റ് വെച്ച് 5.5 മില്യൺ ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു. സോ മാക്സിമം നിങ്ങൾ പിക്സൽ ടാബിന്റെ കോയിൻസിലേക്ക് ഫോക്കസ് ചെയ്യുക, മാക്സിമം ആഡ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. സോ താങ്ക് യു ഗൈസ്.